ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചില്ലി ചിക്കനാണ്. ചില്ലി ചിക്കൻ നമുക്ക് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഫ്രൈഡ് റൈസിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. സോയാ സോസ് നമ്മൾ 1.5 ടീസ്പൂൺ ഒഴിക്കുന്നുള്ളൂ. കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് മാറും. 3 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുക. 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചില്ലി ചിക്കനിൽ ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോസിൽ തന്നെ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1 കിലോ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് ഫ്ലെയിം ഓണാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിൽ ഒഴിച്ചൊഴിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ടൊന്ന് പകുതി കുക്കാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് തേച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കുമ്പോൾ അതിൽ ചിക്കൻ ഇട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് പകുതി വെന്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഫ്രൈ ആയ ചിക്കൻ ഇത് നമുക്ക് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഫ്ലെയിം ഓണാക്കി അതിലേക്ക് ഒരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായി എരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 3 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പീസായിട്ടാണ് ഞാൻ ഇത് അരിഞ്ഞെടുത്തേക്കുന്നത്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. സവാള നമുക്ക് അധികം വഴറ്റേണ്ട കാര്യമില്ല. ഒന്ന് കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് ടൊമാറ്റോ സോസും 1/4 കപ്പ് ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ടത് കുറച്ച് കുറഞ്ഞിരുന്നു, അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കനൊന്ന് ഇതിലേക്ക് വെന്ത് നന്നായി കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി 2 മിനിറ്റും കൂടി ഒന്ന് ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ. അതിനിടയിൽ നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ 2-3 ടീസ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.